പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് ആദ്യമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് ഇറാന്റെ സഖ്യകക്ഷിയായ ഹൂതി വിമതർ. ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതോടെ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമോ എന്നാണ് ആശങ്ക. ഇറാന്റെ ബൂഷഹർ പ്രവിശ്യയിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെട്ടു. ഖുസസ്ഥാനിലെ ഒരു ജലസംഭരണ കേന്ദ്രവും തകർന്നു. ലബനനിൽ 3 മാധ്യമപ്രവർത്തകരും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. യുദ്ധം പരിഹരിക്കാൻ ഇന്ന് പാകിസ്ഥാനിൽ ഉന്നതതല ചർച്ച നടക്കും. അജയ് സുധാബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇറാനൊപ്പം ഹൂതികൾ കൂടി ചേരുന്നതോടെ യുദ്ധം കൂടുതൽ സംഘർഷത്തിലേക്ക് കൂടുതൽ വ്യാപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഏകദേശം 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ സായുധ സൈനികർ ഈ ഹൂതികൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഇറാൻ നൽകിയ ഹ്രസ്വദൂര ഡ്രോണുകൾ അടക്കം 1700 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ അടക്കം ഇവരുടെ പക്കലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഇവർ യുദ്ധമുഖത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ആക്രമണം കൂടുതൽ ശക്തമാകും, കൂടുതൽ മരണങ്ങൾ ഉണ്ടാകും, കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അനുശ്രീ, ഹൂതികൾ ഇതുവരെ 3 ഘട്ട ആക്രമണമാണ് ഇസ്രായേലിലേക്ക് നടത്തി കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ 3 ആക്രമണങ്ങളിലും അങ്ങനെ കനത്ത നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ആദ്യം റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. പിന്നീട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ആക്രമണം തന്നെ അവർ ഇസ്രായേലിന്റെ വിവിധ പ്രവിശ്യകളിൽ നടത്തി. പ്രധാനമായിട്ടും തെക്കൻ മേഖലകളിലേക്കായിരുന്നു അവർ ആക്രമണം വ്യാപിപ്പിച്ചിരുന്നത്. അതേസമയം ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ടെൽ അവീവിൽ ഒരു മരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കുമേറ്റതായിട്ടാണ് ഇസ്രായേൽ പറയുന്നത്. ഇതിന് മറുപടിയായിട്ട് ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ ഇസ്രായേൽ ഇറാനുള്ളിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ദിവസം ഇറാനുള്ളിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയത് എന്നാണ് വിവരം. ഏതാണ്ട് 701 ആക്രമണങ്ങൾ ഇറാന്റെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ നടത്തി. ഇതിൽ 74% ടെഹ്റാനുള്ളിലാണ് നടന്നത്. ഇത്രയധികം രീതിയിൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ബൂഷഹർ പ്രവിശ്യ നമുക്കറിയാം ഇറാനുള്ളിലെ ആണവ നിലയം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ്. ഇവിടേക്കടക്കം ആക്രമണം ഉണ്ടായിരുന്നു. ബൂഷഹർ മേഖലയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിക്കുന്ന ഒരു അവസ്ഥയുൾപ്പെടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖുസസ്ഥാനിലുള്ള ഒരു ജലസംഭരണ കേന്ദ്രം ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് എന്നാണ് വിവരം. ഇതോടുകൂടി ഇറാനിലെ കുടിവെള്ള ദൗർലഭ്യം അത് കുറച്ചുകൂടി ഉയരാനാണ് സാധ്യത. അതേസമയം ലബനനിലും ആക്രമണം ശക്തം തന്നെയാണ്. തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായിട്ട് വിവരമുണ്ട്. ഇതിനു മുൻപേ നമ്മൾ ഒരു ഭയപ്പെടുത്തുന്ന വീഡിയോ ഉൾപ്പെടെ കണ്ടിരുന്നു. ഒരു റഷ്യൻ മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു മിസൈൽ വന്നു വീഴുന്ന കാഴ്ച ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിച്ചതാണ്. ഈ മാധ്യമപ്രവർത്തകരെ കൊന്നതിനെതിരെ ലബനന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ബെയ്റൂട്ടിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇസ്രായേലിനെതിരെ ഉണ്ട്. ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ടെൽ അവീവിലും പ്രതിഷേധം ശക്തമാണ്. ഈ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് ടെൽ അവീവിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിയെങ്കിലും ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെ ഇസ്രായേലിന്റെ യുദ്ധത്തിനെതിരെ ഒരു പ്രതിഷേധം അലയടിക്കുന്നത് അത് ഒരു കൗതുകമുണർത്തുന്ന കാഴ്ചയായിരുന്നു. മാത്രമല്ല നോ കിങ്സ് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി ട്രംപിനെതിരെയും US-ൽ പ്രതിഷേധം രൂക്ഷം തന്നെയാണ്. അവിടെ ട്രംപിന്റെ നെതന്യാഹുവിന്റെയും ഉൾപ്പെടെ ചിത്രങ്ങൾ അടങ്ങുന്ന ഹോൾഡിങ്ങുകളുമായി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയും ഇവർക്കെതിരെ നോ വാർ എന്നുള്ള ബോർഡുകൾ ഉൾപ്പെടെ ഉയർത്തി പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല ലണ്ടൻ, പാരീസ് അടക്കം വിവിധ നഗരങ്ങളിലും പ്രതിഷേധമുണ്ട്. ഇപ്പോൾ യമനിലും ഇപ്പോൾ ഈ ഇറാന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രതിഷേധം നടക്കുന്നതായിട്ടാണ് വിവരമുള്ളത്. അതേസമയം മറ്റൊരു ഭയപ്പെടുത്തുന്ന കാര്യം ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ US കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നൊരു വിവരമുണ്ട്. അതായത് അവർ തങ്ങളുടെ 3500 മറൈൻ ഉദ്യോഗസ്ഥരെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനു മുൻപേ ഒരു 2000 ഉദ്യോഗസ്ഥരെ US അയച്ചതായിരുന്നു. ഇപ്പോൾ 3500 പേരെ കൂടി അയച്ച് അവരുടെ മറൈൻ വിങ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി ഇറാന് നേരെ ഒരു കരയുദ്ധം നടത്താനാണ് US-ന്റെ നീക്കം എന്നതാണ് വാൾസ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. US-ലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാൾസ്ട്രീറ്റ് ജേർണൽ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്നാൽ ട്രംപ് ഇക്കാര്യത്തിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അത് US-ന് തന്നെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന് പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ US ഇത്തരമൊരു എടുത്തുചാട്ടത്തിന് തയ്യാറാകുമോ എന്ന് സംശയമാണ്. അതേസമയം കരയുദ്ധവും ചെറിയ രീതിയിലുള്ള ഒരു ലാൻഡ് ഓപ്പറേഷൻ അതിനൊപ്പം തന്നെ സപ്പോർട്ടായിട്ട് ഒരു എയർ സ്ട്രൈക്ക് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു
ആക്രമണമാകാം US-ന്റെ ലക്ഷ്യം എന്നാണ് ചില വിവരങ്ങൾ, ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അതേസമയം US ഇപ്പോൾ ഇറാനെതിരെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഏപ്രിൽ 6 വരെ ആക്രമിക്കില്ല എന്ന ഉറപ്പും US നൽകിയിട്ടുണ്ട്. അത് ഇപ്പോഴും ലംഘിക്കപ്പെട്ടിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാനെതിരെ കടുത്ത ഒരു രൂക്ഷമായിട്ടുള്ളൊരു പരാമർശം നടത്തിയിരുന്നു. അതായത് ഹോർമുസ് കടലെടുക്ക് ഇറാൻ അടയ്ക്കുന്നത് അത് തുടർന്നു കഴിഞ്ഞാൽ ഇറാനെ നരകം കാണിക്കും എന്നതാണ് ട്രംപിൻ്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതേസമയം സൗദി അറേബ്യയിലുള്ള US-ന്റെ ഒരു വ്യോമ കേന്ദ്രം ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. 12 US ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. ഒരു ഉദ്യോഗസ്ഥൻ്റെ നില ഗുരുതരമാണ് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഖത്തറിലും ഡ്രോൺ ആക്രമണം കടുത്ത രീതിയിൽ തന്നെയുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിൽ അവരുടെ റഡാർ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായിട്ട് വിവരമുണ്ട്. UAE-യിൽ നോക്കുകയാണെങ്കിൽ അബുദാബിയിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പശ്ചിമേഷ്യയിലുള്ള വിവിധ രാജ്യങ്ങളിലും ആക്രമണം കടുത്ത രീതിയിൽ തന്നെ നടക്കുകയാണ്. ഇതിനിടെ ഈ പശ്ചിമേഷ്യയിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായിട്ട് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇസ്ലാമാബാദിൽ ഒരു ദ്വിദിന ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇതിൽ പങ്കാളികളാകുന്നില്ല. ഇറാനും ഇസ്രയേലും അമേരിക്കയും അടക്കം ഈ യുദ്ധത്തിൽ പങ്കുചേർന്നിട്ടുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇതിൽ പങ്കാളികളാകുന്നില്ല. സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലുള്ള വിദേശകാര്യമന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ, അതായത് ഈ ഇറാൻ്റെയും മറ്റ് US-ൻ്റെയും എല്ലാം ഒരു മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് പ്രധാനമായിട്ടും ഇസ്ലാമാബാദിൽ വിളിച്ചു ചേർക്കുന്നത്. ഈ 2 ദിവസം നടക്കുന്ന ചർച്ചയിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉരുത്തിരിഞ്ഞു വരും എന്നതാണ് പല ലോകരാജ്യങ്ങളും ലക്ഷ്യം കാണുന്നത്. ഇതിനിടെ IRGC-യുടെ ഒരു പുതിയ ഭീഷണി കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ആക്രമണം US-ഉം ഇസ്രായേലും തുടർന്നു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലുള്ള US-ൻ്റെയും ഇസ്രായേലിൻ്റെയും വിവിധ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് തങ്ങൾ ആക്രമണം നടത്തും എന്നതാണ് IRGC-യുടെ ഒരു ഭീഷണി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഭീഷണികളും മുന്നറിയിപ്പുകളും അതേസമയം തന്നെ നേരിട്ടുള്ള ആക്രമണങ്ങളുമായി പശ്ചിമേഷ്യയിലെ സംഘർഷം അത് വീണ്ടും കനത്തുകൊണ്ടിരിക്കുകയാണ്. അജയ്, മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ ചെങ്കടൽ അടയുമോ എന്നുള്ളതാണ്. ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചപ്പോൾ തന്നെ LPG ക്ഷാമം രൂക്ഷമായിരുന്നു. അതുപോലെ തന്നെ എണ്ണവില വർദ്ധിക്കുന്നു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഈ ഹൂതികൾ യുദ്ധരംഗത്തേക്ക് കടക്കുമ്പോൾ അവർ പ്രധാനമായും നേരിടുന്നത് ഈ യമൻ തീരത്തുകൂടിയുള്ള ബാബൽ മാൻഡബ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് സുയസ് കനാലിനെ, ചെങ്കടലിനെ ഒക്കെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ചെങ്കടൽ കൂടി അടയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ വരുത്തിവെക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ യമൻ സേന ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇത്തരം വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ചെങ്കടൽ ഉൾപ്പെടെ അടയ്ക്കുന്ന കാര്യമൊന്നും അവർ നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഇറാൻ തങ്ങളുടെ ഒരു മുൻ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലെടുക്ക് വഴി തങ്ങളുടെ ശത്രു രാജ്യങ്ങളുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും കപ്പലുകളെ മാത്രമേ തടയുകയുള്ളൂ. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, റഷ്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാഷ്ട്രങ്ങളുടെ കപ്പലുകൾ കടത്തിവിടും എന്നതാണ് ഇറാന്റെ നിലപാടെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇറാൻ ഇന്ത്യക്ക് നൽകിയ ഒരു വാക്ക് പാലിച്ചു എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ ഒരു 2 കപ്പലുകളെ കൂടി ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ ഇറാൻ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോഴത് ഇന്ത്യൻ തീരത്തേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ശരി, അജയ് സുധ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.